ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വെരി ഗുഡ് ഈവനിങ്. ഇപ്പോൾ PV അൻവർ MLA വൈദ്യപരിശോധനയ്ക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്. തൻ്റെ മണ്ഡലത്തിലെ ഒരു ആദിവാസി യുവാവിനെ കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധം DFO ഓഫീസിലെത്തുകയും അവിടെ ആളുകൾ വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു എന്നാണ് PV അൻവറിൻ്റെ നിലപാട്. അതുമായി ബന്ധപ്പെട്ട ഓഫീസ് അടിച്ചു തകർത്തു, പ്രതിഷേധമുണ്ടായി. പക്ഷേ രാത്രിയിൽ വലിയൊരു പോലീസ് സന്നാഹം അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. ഈ രാത്രിയിൽ തന്നെ ഇത്രയും വലിയ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ PV അൻവർ MLA വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? PV അൻവറിനെ ഈ രൂപത്തിൽ ഒരു കിരാതമായ സമീപനത്തോടു കൂടി അറസ്റ്റ് ചെയ്തു പോകേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം ഉയർത്തിയ പ്രശ്നം എന്താ? ഇവിടെ വന്യജീവി അക്രമമാണ്, കാട്ടാനി അക്രമമാണ്. എന്നാൽ കാട്ടാനിയെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പോലീസിനെ കണ്ടേയില്ലല്ലോ. ഗവൺമെന്റ് അതിനൊരു നിർദ്ദേശം കൊടുത്തതായിട്ട് കാണുന്നില്ലല്ലോ. അതിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും എടുത്തതായിട്ട് കാണുന്നില്ലല്ലോ. അതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി സമരം നടത്തിയ ഒരു ജനപ്രതിനിധിയെ വളരെ പ്രാകൃതമായ രൂപത്തിലാണ് പിടിച്ചുകൊണ്ടുപോയത് എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. ഒരിക്കലും ജനാധിപത്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. ഒരിക്കലും നമുക്കിത് അംഗീകരിക്കാനും കഴിയില്ല. മാത്രമല്ല, ഈ PDPP ആക്ട് അനുസരിച്ചൊക്കെ നിരവധി ആളുകൾ പൊതുമുതൽ നശിപ്പിക്കുകയും പൊതു റോഡുകൾ കയ്യേറി വലിയ സമ്മേളനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ആളുകൾക്കെതിരെ ചെറുവിരൽ അനക്കിയിട്ടില്ല പോലീസ്. ഇവിടെ PDPP ആക്ട് അനുസരിച്ച് സത്യം പറഞ്ഞാൽ പ്രതിയായിട്ടുള്ള ആളുകൾ ക്യാബിനറ്റിൽ തന്നെയുണ്ട്. PDPP ആക്ട് അനുസരിച്ച് നടപടി എടുത്തപ്പോ ആ നടപടി എടുക്കുന്ന ആളുകളെ ഇവിടെ അവരെ കണ്ടിട്ടില്ല എന്നുള്ള മട്ടിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റീസെന്റായ 1-2 സംഭവങ്ങൾ നമ്മൾ നോക്കിയാൽ പോരെ, ഒരു നടപടിയും എടുത്തിട്ടില്ലല്ലോ. പോലീസിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഈ വേഷം കെട്ടിക്കുന്ന ആളുകളാണ് കേരള പോലീസിന്റെ അന്തസ് കളഞ്ഞു കുളിക്കുന്നത്. അതായത് അർദ്ധരാത്രിയിൽ ഈ വീട്ടിൽ കടന്നു കയറി ഒരു നിയമസഭാ സാമാജികൻ വീട്ടിലിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഈ നിയമസഭാ സാമാജികരുടെ നാളെ പോലീസിന്റെ മുമ്പിൽ ഹാജരാകണമെന്ന് ഒരു നോട്ടീസ് കൊടുത്താൽ ചെല്ലില്ല എന്ന് നമുക്കറിയാം. ചെല്ലില്ല എന്ന് അന്തരീക്ഷം ഇല്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ MLA ആയതുകൊണ്ട് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? MLA ആയിരിക്കുന്ന ഞാൻ നിയമത്തിന് മുമ്പിൽ നിൽക്കുമെന്നാണ്. നിയമപരമായി നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞാൽ ചെല്ലില്ല എന്ന് നമുക്കിപ്പോഴും മുൻവിധിയോടുകൂടി കാണേണ്ട കാര്യമുണ്ടോ? ഇതൊരു രാഷ്ട്രീയമായ പ്രതികാരം തീർക്കലാണോ? രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയുള്ള ഒരു അറസ്റ്റാണോ ഇത്? അത് പച്ചയായ സത്യമല്ലേ. രാഷ്ട്രീയ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി മാത്രം. ഇത് അൻവർ മാത്രമല്ല, ഇന്ന് PV അൻവർ, നാളെ ഒരാളാകില്ല എന്നുള്ളതിന് ഉറപ്പെന്താ? ആർക്കെതിരെ വേണമെങ്കിലും ഇതൊക്കെ വരാൻ പറ്റുമല്ലോ. അതുപോലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ നിൽക്കുകയല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെന്റിനെ എതിർത്താൽ ഗവൺമെന്റിന് ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് കാരാഗ്രഹമായിരിക്കും. ഓക്കെ, താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒറ്റ ചോദ്യം കൂടി, താങ്കൾ ഇതിന് ധാർമ്മികമായ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടോ? ധാർമ്മികമായ പിന്തുണ? എന്റെ വളരെ ശക്തമായ അഭിപ്രായമുണ്ട്. ഇതുപോലൊരു നടപടിയിൽ PV അൻവർ ഒറ്റയ്ക്കായിരിക്കില്ല. കേരള ജനസമൂഹം എല്ലാവരും അതിനെ എതിർക്കും. താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒറ്റയ്ക്കായിരിക്കില്ല എന്ന് പറയുമ്പോൾ അതിൽ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ജില്ലാ ആശുപത്രിയിൽ